1 തെസ്സലോനിക്ക അധ്യായം 5 21-22 വചനങ്ങൾ. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവിൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശത്രു ഉണ്ട് എന്ന് അറിയുക, അവൻ്റെ തന്ത്രങ്ങൾ അറിയുക, ആത്മാക്കളെ പരിശോധിച്ചു നോക്കുക, ജാഗ്രതയോടെ ഉണർന്നിരിക്കുക, ചെറുത്ത് നിൽക്കുക. ആറാമതായി, സ്വന്തം കുറവുകളെ തിരിച്ചറിയുക. ഇന്ന് നമ്മൾ തുടരുന്നത് സാത്താനെ എതിർക്കുന്നതിനുള്ള 7ാമത്തെ വഴിയുമായിട്ടാണ്. 7ാമത്തെ വഴി കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക എന്നതാണ്. സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ടല്ല തിന്മയെ നമ്മൾ എതിർക്കുന്നത്, തിന്മയെ പുറത്താക്കുന്നത്. യൂദാശ്ലീഹായുടെ ലേഖനം 9-ാമത്തെ തിരുവചനം. പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തർക്കിച്ചപ്പോൾ അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദാവചനം പോലും ഉച്ചരിക്കാൻ തുനിഞ്ഞില്ല. പിന്നെയോ കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. കർത്താവ് നിന്നെ ശാസിക്കട്ടെ. മിഖായേൽ ദൂതൻ പിശാചിനോട് പറയുകയാണ്, കർത്താവ് നിന്നെ ശാസിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്നിൽ നിന്ന് അകന്നു പോവുക. കർത്താവിൻ്റെ നാമത്തിൻ്റെ ശക്തിയിലാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ തിന്മയെ പുറത്താക്കുന്നതും തിന്മയെ എതിർത്ത് നിൽക്കുന്നതും പരിശോധിച്ചറിയുന്നതുമെല്ലാം കർത്താവിൻ്റെ നാമത്തിലാണ്. അവിടുത്തെ കുരിശുമരണത്തിൻ്റെയും പീഡാനുഭവത്തിൻ്റെയും പുനരുദ്ധാനത്തിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും മഹത്വീകരണത്തിൻ്റെയും യോഗ്യതകളാലാണ് തിന്മയെ നമ്മൾ പുറത്താക്കുന്നത്. പിശാചിനെ എതിർക്കുന്നതിനുള്ള 7ാമത്തെ വഴി എന്ന് പറയുന്നത് കർത്താവിൽ ആശ്രയിക്കുക എന്നതാണ്. യേശുനാമത്തിൽ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കണം. തിന്മയെ എതിർക്കുന്നതിനുള്ള 8ാമത്തെ വഴി തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക എന്നതാണ്. അവോയ്ഡ് ദ ഈവിൾ സിറ്റുവേഷൻസ്. ഈശോ നമ്മെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. ഈശോ പറഞ്ഞു, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. പക്ഷേ സങ്കടകരമായ ചില അവസ്ഥകളെന്ന് പറയുന്നത് നമ്മൾ പ്രലോഭനങ്ങളിലേക്ക് ഓടിയെടുക്കുന്നു. തിന്മയിലേക്ക് വീണു പോകാനിടയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വ്യക്തികളിൽ നിന്ന് അകന്നു നിൽക്കുക. തിന്മ ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല, വീണ്ടും വീണ്ടും പാപം ചെയ്തു പോകുന്നു എന്ന പരാതികളുമൊക്കെയായി ആളുകൾ വരാറുണ്ട്. പക്ഷേ തിന്മ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ തയ്യാറല്ല. തിന്മയിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒരു മെസ്സേജ് ചെയ്യുന്ന ഒരു വ്യക്തിയെ ബ്ലോക്ക് ചെയ്യാൻ തയ്യാറല്ല. ഒരു സംഭാഷണം ഒഴിവാക്കാൻ, ആവശ്യമില്ലാത്തൊരു ഫോൺ കോൾ ഒഴിവാക്കാൻ തയ്യാറല്ല. തിന്മയുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ തയ്യാറില്ലാതെ തിന്മ വിട്ടുപോകട്ടെ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പ്രിയപ്പെട്ടവരെ, തിന്മയെ എതിർക്കുന്നതിനുള്ള വലിയ ഏറ്റവും ശക്തമായൊരു വഴിയാണ് തിന്മയുടെ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. അപ്രകാരം തിന്മയിലേക്ക് നയിക്കുന്ന വ്യക്തികളിലേക്ക്, സാധ്യതകളിലേക്ക് ചെല്ലാതിരിക്കുക. മദ്യപിക്കാൻ ആഗ്രഹമുള്ള ഒരാൾ മദ്യപിക്കുന്നവരുടെ ഇടയിൽ ചെന്നിരുന്ന് തിന്മയെ ഒഴിവാക്കാൻ പരിശ്രമിച്ചാൽ അത് പ്രയാസമായിരിക്കും. വ്യഭിചാരം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ വ്യഭിചാരത്തിന് പ്രേരിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യത്തിൽ ചെന്നിരുന്ന് അത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് വ്യർത്ഥതയാണ്, അത് സാധ്യതയില്ലാത്ത കാര്യമാണ്. അപ്പോൾ തിന്മയുടെ സാഹചര്യങ്ങളെ ഒഴിവാക്കുക. അതുകൊണ്ടാണ് പൗലോസ് തെസ്സലോനിയക്കാർക്ക് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 5-ാം അധ്യായം 21-22 തിരുവചനങ്ങളിൽ പറയുന്നത്,
എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവയെ മുറുകെ പിടിക്കുവിൻ. നല്ല സാഹചര്യങ്ങളിലേക്ക്, പ്രാർത്ഥനയുടെ സാഹചര്യങ്ങളിലേക്ക്, നന്മയിലേക്ക് നയിക്കുന്ന വ്യക്തികളിലേക്ക്, വിശുദ്ധിയിലേക്ക് നയിക്കുന്ന വ്യക്തികളിലേക്ക്, സ്ഥലങ്ങളിലേക്ക് ചെല്ലുവിൻ. അവയെ മുറുകെ പിടിക്കുവിൻ, വചനത്തെ മുറുകെ പിടിക്കുവിൻ, നന്മയെ മുറുകെ പിടിക്കുവിൻ. എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുവിൻ. തിന്മയെ എതിർക്കാനുള്ള 8ാമത്തെ വഴിയാണ് തിന്മയുടെ സാഹചര്യങ്ങളെ, വസ്തുക്കളെ ഒഴിവാക്കുക. നിങ്ങളെ പാപത്തിലേക്ക് നയിക്കുന്നത് നിങ്ങളുടെ മൊബൈൽ ഫോണാണെങ്കിൽ അത് ഒഴിവാക്കുക എന്നതാണ് ജ്ഞാനം. നിങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്നത് ചില ചാനലുകളാണെങ്കിൽ അത് ഒഴിവാക്കുക എന്നതാണ് ജ്ഞാനം. തിന്മയുടെ സാഹചര്യങ്ങളെ ഒഴിവാക്കുക. 9ാമതായി ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 11 മുതൽ 17 വരെ പൗലോസ് വളരെ കൃത്യമായി എപ്രകാരമാണ് ദൈവത്തിൻ്റെ ആയുധങ്ങൾ ധരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സഭയെ പഠിപ്പിക്കുന്നു. സാത്താൻ്റെ കുടില തന്ത്രങ്ങളെ എതിർക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാരത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വസിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. പൗലോസ് പറയുകയാണ്, ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ, തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. പൗലോസ് 6 ആയുധങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആയുധങ്ങളായ സത്യത്തിൻ്റെ അരപ്പട്ട ധരിക്കാൻ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. നീതിയുടെ കവചം ധരിക്കുക, സമാധാനത്തിൻ്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുക, വിശ്വാസത്തിൻ്റെ പരിചയെടുക്കുക, രക്ഷയുടെ പടത്തൊപ്പി അണയുക, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാളെടുക്കുവിൻ. അപ്രകാരം സത്യത്തിൻ്റെ അരപ്പട്ട എന്ന് പറയുന്നൊരായുധം, നീതിയുടെ കവചം എന്ന് പറയുന്ന ആയുധം, സമാധാനത്തിൻ്റെ സുവിശേഷത്തിൻ്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ എന്ന് പറയുന്ന ആയുധം, വിശ്വാസത്തിൻ്റെ പരിചയം എന്ന ആയുധം, രക്ഷയുടെ പടത്തൊപ്പി എന്ന് പറയുന്ന ആയുധം, ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എന്ന് പറയുന്ന ആയുധം. ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിച്ച് എക്വിപ്ഡ് ആവുക എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അങ്ങനെ അപ്രകാരം നമ്മൾ ഒരുക്കമില്ലാത്തവരാണെങ്കിൽ തിന്മ നമ്മെ തോൽപ്പിക്കുകയും നമ്മൾ നാശത്തിലേക്ക് നിബന്ധിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഏറ്റവും ഒടുവിലായി തിന്മയെ എതിർക്കാനുള്ള വഴി ഇത് വചനം പറഞ്ഞു തരുന്നു. നിരന്തരം പ്രാർത്ഥിക്കുവിൻ. നിരന്തരം പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയാകുന്ന വഴിയിലൂടെയാണ് നമ്മൾ തിന്മയെ തോൽപ്പിക്കുന്നത്. എഫേസുകാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാമത്തെ തിരുവചനം, നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാനിരതരായിരിക്കുവിൻ. അവിശ്രാമമുണർന്നിരുന്ന് എല്ലാ വിശുദ്ധർക്കും വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങൾ നിരന്തരം പ്രാർത്ഥനകളിലൂടെ, യാചനകളിലൂടെ എല്ലാ സമയവും ആത്മാവിൽ ഉണർവുള്ളവരായിരിക്കുവിൻ എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ധ്യാന കേന്ദ്രങ്ങളിലും മറ്റ് ശുശ്രൂഷ കേന്ദ്രങ്ങളിലുമൊക്കെ നിരന്തരം മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു ശക്തി നമുക്ക് ലഭിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കപ്പെട്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ആരാധനാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കപ്പെടുന്നത്, മധ്യസ്ഥ പ്രാർത്ഥന ഇടങ്ങൾ ഉണ്ടാക്കുന്നത്? പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശക്തിയിലൂടെയാണ് നമ്മൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത്. ഗെത്സെമനി തോട്ടത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. തിന്മയെ
രണ്ടാമതായി അവൻ്റെ തന്ത്രങ്ങൾ അറിയുക. മൂന്നാമത് ആത്മാക്കളെ വിവേചിച്ച് അറിയുക, പരിശോധിച്ചറിയുക. നാലാമതായി ജാഗ്രതയോടെ ഉണർന്നിരിക്കുക. അഞ്ചാമതായി ശത്രുവിനെ എതിർത്ത് നിൽക്കുക. ആറാമതായി സ്വന്തം ബലഹീനതകളെ, കുറവുകളെ തിരിച്ചറിയുക. 7 കർത്താവിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. 8 തിന്മയുടെ സാഹചര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. 9 ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുക. 10 നിരന്തരം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, തിന്മയുടെ ദിനങ്ങളിൽ തിന്മയെ എതിർത്ത് നിൽക്കാനും വിശുദ്ധിയിൽ വളരാനും വിശുദ്ധരായിത്തീരാനും കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. നമ്മൾ ഓരോരുത്തരും വിശുദ്ധരായിത്തീരണമെന്ന്, നന്മയെ മുറുകെ പിടിക്കണമെന്ന്, തിന്മയെ എതിർക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്ക് കണ്ണുകളടക്കാം. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും വർദ്ധിപ്പിച്ച് നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ വചനത്തിൻ്റെ വഴികളിലൂടെ ഞങ്ങളെ നയിക്കണമേ. വചനം പരിശുദ്ധ അമ്മയിൽ മാംസം ധരിച്ചതുപോലെ ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും പ്രഘോഷിക്കുകയും ചെയ്യുന്ന വചനം ഞങ്ങളിൽ മാംസം ധരിക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ.